എല്ലാവർക്കും നമസ്കാരം. ഈ കാമാഖ്യ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം ഞാൻ പോയിരുന്നു. ഇതിപ്പോൾ ഓഗസ്റ്റായി. കഴിഞ്ഞ മാസം ജൂലൈ 10-നാണ് പോയത്. അപ്പോൾ 15-ാം തീയതി മടങ്ങി വന്നു. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞു പോയി വന്നിട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നറിയോ, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റെ ഒരു 30-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പോകുന്നതാണ്. ഇടക്കിടക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് തമിഴ്നാട്ടിലുള്ള കുറേ സ്ഥലങ്ങൾ, ഓരോ ഏരിയ കവർ ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അങ്ങനത്തെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാവലറിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ട്രാവലറിൽ പോകുന്ന രീതിയിൽ ഒരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ശ്രീത്താണ് അത് കൊണ്ടുപോകാനായിട്ട് ഞാൻ പുള്ളിനെ ഏൽപ്പിച്ചാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തിരക്ക് കഴിയുമ്പോൾ നമ്മൾ ട്രിപ്പുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനൊരു സ്പിരിച്വൽ ടൂറിൻ്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ നമ്മളത് ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഈ കാശി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കാശിയും കാമാഖ്യയും പോകുന്നുണ്ട് സെപ്റ്റംബറിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഇതേപോലത്തെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രകൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാമാഖ്യ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റത്തെ പറ്റിയാണ്. ഇപ്പോൾ 15 ദിവസമായി പോയി വന്നിട്ട്, ഒരു 15 ദിവസം കൂടുതലായി. നമ്മളിപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ എവിടെ പോയാലും അതിൻ്റെ എനർജി, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായ ചാർജ് കൂടി പോയാൽ 2-3 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലത്തെ എനർജി, ആ വീട്ടിലത്തെ വൈബ്രേഷനിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. പക്ഷേ കാമാഖ്യയിൽ പോയിട്ട് ഇത്രയും ദിവസമായിട്ടും ആ ചാർജ് ഇപ്പോഴും എൻ്റെ ബോഡിയിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാൻ വേണ്ടി ആ വ്യത്യാസം എൻ്റെ ഫേസിലുണ്ട്. അതിനോട് പലരും വാട്സാപ്പിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറിൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, ഭയങ്കര ക്ഷീണമായിരുന്നു, ഒരു കരിവാളിച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. അതുമാത്രമല്ല, ഈ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മളുടെ ഈ നെഗറ്റീവ് എനർജി ഞാൻ ഒരുപാട് എടുക്കുന്നുണ്ട്, ആളുകളുടെ കർമ്മങ്ങൾ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് റിലീസ് ചെയ്ത് കളയാനായിട്ട് ദേവിയുടെ സഹായമുള്ളതുകൊണ്ട് അപകടമൊന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കെൻ്റെ ഫേസിലുണ്ടാവേണ്ട വ്യത്യാസം എന്താ വെച്ചാൽ, എൻ്റെ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കറുപ്പരാശി പോലെ വരും. ഈ ഫേസിൽ ഒരു കറുപ്പരാശി, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വീർത്ത പോലെ വരും. ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. പലരും എന്നോട് പറയാറുണ്ട്, സാറിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം, സാറ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ജോലിയാണെന്നൊക്കെ പലരോട് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വർക്ക് തുടങ്ങിയിട്ട് പോയതിന് ശേഷം, ഇപ്പോൾ ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ അധികം വരുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ രാത്രി സമയത്ത് ഞാനിവിടെ ഇത് റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോഴും എനിക്ക് ഒരു ക്ഷീണവും തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു ചൈതന്യം ഇങ്ങനെ നിൽക്കുന്ന ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് കാമാഖ്യ ക്ഷേത്രത്തിൽ പോയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. വേറെ ഒരു അമ്പലത്തിലും പോയിട്ട് ഇതേപോലെ ഫീലിംഗ് എനിക്ക് ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാമാഖ്യയിലേക്ക് ഞാൻ ഒന്നുകൂടി പോകാൻ ആഗ്രഹിക്കുകയാണ്. സെപ്റ്റംബറിൽ 27-ാം തീയതി ആ ട്രിപ്പിൽ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ടിക്കറ്റൊക്കെ ഇന്ന് പൈസ കൊടുത്ത് ഇന്ന് ബുക്കാക്കി. കാരണം ടിക്കറ്റ് ചാർജ് ഇനി അങ്ങോട്ട് പോകുന്നതോറും സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കും, ചാർജ് കൂടും. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം. കാരണം അവിടുത്തെ ആ ഒരു വൈബ്രേഷൻ എനർജി, അത് നമുക്കത് ചെന്നാൽ അവിടെ ഫീൽ ചെയ്യും. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്നിട്ടും ഇത്ര ദിവസമായിട്ടും എൻ്റെ ആ എനർജി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അതൊരു മഹാത്ഭുതമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാമാഖ്യ അമ്പലത്തിൽ ഉറപ്പായിട്ടും പോകണം. അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ വീണ്ടും കാമാഖ്യ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എത്രത്തോളം സന്തോഷവാനാണെന്നുള്ളത് കാമാഖ്യ പോയതിന് ശേഷം. അപ്പോൾ അത് ആ അനുഗ്രഹം നിങ്ങൾക്ക് കൂടി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പല വീഡിയോകളിലും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അനുഭവങ്ങൾ പറയാം. കാശി പോകുന്നുണ്ട്, കാശിയിലത്തെ പോയിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങൾ വേറെ വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. സമയമുണ്ട്, അടുത്ത മാസമാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോകാനുള്ളൊരു മനസ്സിലിങ്ങനെ എത്രയും വേഗം ആ ഡേറ്റ് കടന്നു വരട്ടെ എന്നിങ്ങനെ ആ ഒരു ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. ഇന്നാണ് ഇപ്പോൾ ടിക്കറ്റ് നമ്മൾ ബുക്കാക്കിയത്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കുറേ പേര് ഉണ്ട് പോകാനായിട്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വരിക, നമ്മളിവിടെ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക്
ട്രെയിൻ വേണമെങ്കിൽ ട്രെയിന് പോവാം. പക്ഷേ ട്രെയിന് പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ 3 ഡേ അങ്ങോട്ടേക്കും 3 ഡേ ഇങ്ങോട്ടേക്കും. അപ്പോൾ ഒരു 6 ദിവസം ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് പോകും. പിന്നെ അവിടെ ഒരു 2-3 ഡേയ്സ് അവിടെ വേണ്ടി വരും. അപ്പോൾ ഒരു 9 to 10 ഡേയ്സ് നിങ്ങളുടെ പോകും. അതാണ് ഒരു പ്രശ്നം. പക്ഷേ ടിക്കറ്റിൻ്റെ ചാർജിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ലാഭം കിട്ടും. ഇതിപ്പോൾ ഫ്ലൈറ്റിലാകുമ്പോൾ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതിന് നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 ആണ് മാക്സിമം വരുന്നത് ഫ്ലൈറ്റിന്. അത്രേ വരുള്ളൂ. ഇപ്പോൾ അത്രേ വരുള്ളൂ. ഇനി അങ്ങോട്ട് ഡേറ്റ് കൂടുന്നതോറും ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടും. പക്ഷേ ട്രെയിനിനാകുമ്പോൾ ഒരു 5,000-6,000 രൂപ ഒക്കെ ഒരാൾക്ക് പോയി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സമയമുള്ളവർക്ക് ട്രെയിനിന് പോവാം, കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളത് ഒന്ന് പോവുക. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നിങ്ങളുടെ തീരാ ദുഃഖങ്ങൾ, തീരാ ദുരിതങ്ങൾ അവിടെ കുറച്ചൊന്ന് കുറയും പോയി കഴിഞ്ഞാൽ. ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിപ്പോയാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കാമാഖ്യ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.